ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? മീര കുമാർ. ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? മീര കുമാർ. മിന്നലിൽ വൈദ്യുതിയുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. മിന്നലിൽ വൈദ്യുതിയുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നലിൽ വൈദ്യുതിയുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖം. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഏത്? ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഏത്? GUPS കൂട്ടക്കനി. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഏത്? GUPS കൂട്ടക്കനി. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത് കുങ്കുമം. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത് കുങ്കുമം. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? കടക് വാസല. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? കടക് വാസല. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ? ഇന്ദിരാഗാന്ധി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ? ഇന്ദിരാഗാന്ധി. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏത്? മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? അംബേദ്കർ. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? അംബേദ്കർ. നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? വയനാട്. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തം. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തം. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി 2010 ഏപ്രിൽ 1. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി.
സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏത്? സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിവസം. ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിവസം. സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിവസം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ സമീപമാണ്? പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ സമീപമാണ്? പമ്പ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ സമീപമാണ്? പമ്പ. സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? മീരാ കുമാർ. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇന്ത്യയുടെ ധാന്യക്കലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രേക്ഷണത്തിന് നൽകിയ വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖം. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഏത്? GUPS കൂട്ടക്കനി. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത്? കുങ്കുമം. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? കടക് വാസല. ലഘു ഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1942. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? അംബേദ്കർ. നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? 1885. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? വയനാട്. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തം. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി? 2010 ഏപ്രിൽ 1. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം? സൗരവ് ഗാംഗുലി. സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിവസം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ സമീപമാണ്? പമ്പ. സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.